ഹായ്, ശാന്തി മുരുകൻ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു കവിതയുമായിട്ടാണ്. ഇന്ന് സൺഡേ ആണ്. എല്ലാവരും ഒക്കെ ഫാമിലിയുടെ കൂടെയൊക്കെ സന്തോഷമായിട്ടിരുന്ന് ചായ കുടിക്കുന്ന സമയമാണ്. ഈ സമയത്ത് എന്തായാലും എൻ്റെ ഈ പൊട്ടത്തരങ്ങളൊന്നും നിങ്ങൾ നോക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇന്ന് എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ ഇരുന്നിട്ട് സന്തോഷമായിട്ട് ഈ ഒരു നല്ല ദിവസത്തെ കഴിച്ചു കൂട്ടുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നെന്തായാലും നിങ്ങളാരും ഇത് നോക്കാൻ പോണില്ല. പക്ഷേ എങ്കിലും ഇന്ന് കഴിഞ്ഞ് നാളെയുണ്ട്, മറ്റന്നാളെയുണ്ട്, വരും ദിവസങ്ങളുണ്ട്. അപ്പോൾ അന്നേരം അതിലെ ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു കൊച്ചു സമയത്ത് കൂടി വന്ന ഒരു 5 മിനിറ്റ് അത്രയല്ലേ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ കവിത ഒന്ന് കേൾക്കണം, ഞാൻ ചൊല്ലുന്ന പൊട്ടത്തരങ്ങൾ നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് അത്യാവശ്യം പൊട്ടത്തരമാണെങ്കിലും കുഴപ്പമില്ല, അക്കം കൊച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ പൊട്ടത്തരങ്ങളാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഒരു സിമ്പതി തോന്നിയിട്ടെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷനും ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഞാൻ ചൊല്ലട്ടെ. വേറൊരു കാര്യം, ഇപ്പം ഇന്ന് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. അതുകൊണ്ട് തന്നെ അത് കാണാണ്ട് പിടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ നോക്കിയേ ചൊല്ലൂ. ഓക്കെ. ഏതോ വഴിയോര സത്രത്തിൽ വെച്ചെന്നോ നാം കണ്ടുമുട്ടി. ആദ്യ കാഴ്ചയിൽ നിനക്കെന്നോട് തോന്നിയോരനുരാഗം സത്യമോ അതോ അത് വെറുമൊരു മിഥ്യയോ? ഏതോ വഴിയോര സത്രത്തിൽ വെച്ചെന്നോ നാം കണ്ടുമുട്ടി. ആദ്യ കാഴ്ചയിൽ നിനക്കെന്നോട് തോന്നിയോരനുരാഗം സത്യമോ അതോ അത് വെറുമൊരു മിഥ്യയോ? നീ ആരൊക്കെയോ ആയിരുന്നു. എങ്കിലും എൻ മനസാം കണ്ണാടിയിൽ നീ വെറുമൊരു ദാസ്യവേല ചെയ്യുന്നോരടിമ മാത്രം. കാലം പിന്നെയും ഒഴുകി പിന്തിരിഞ്ഞൊന്നു നോക്കാതെ നീ എന്നുടെ പിന്നിലായി ചരിച്ചുകൊണ്ടേയിരുന്നു ഒരു കള്ളക്കാമുകനെപ്പോൽ. അന്നൊരിക്കലും നിന്നെ എൻ മനമാകും കണ്ണാടി കണ്ടതേയില്ല. പിന്നെയും കടന്നുപോയി വസന്തവും ഗ്രീഷ്മവും. എന്നോ ഒരു നാൾ ഞാൻ അറിഞ്ഞു നീ എൻ ഹൃദയ താളമായി മാറിയെന്നു. അന്ന് ഞാൻ വെറുമൊരേഴയായിരുന്നു. ഇല്ലായിരുന്നു എൻ പക്കൽ ധനമെന്ന ലക്ഷ്മി. എങ്കിലും നിൻ സങ്കടങ്ങളെ കണ്ടു ഞാൻ എൻ്റേതായി. തന്നു ഞാൻ നിനക്കായി ധനമെന്ന ലക്ഷ്മി. അറിയില്ല ആ ധനമെൻ പക്കൽ എങ്ങനെ വന്നതെങ്ങനെയെന്ന്. നീട്ടി ഞാൻ എൻ കരങ്ങൾ എനിക്കറിയാത്തോരോ മനുജന്മങ്ങൾക്ക് മുൻപിൽ. തന്നു അവർ എനിക്ക് ലക്ഷ്മീദേവിയാം ധനത്തെ. പകരം നൽകി ഞാൻ എൻ വിയർപ്പിൽ കുതിർന്ന നാണയത്തുട്ടുകൾ പലിശയായി. കാലം കടന്നുപോയി പിന്നെയും ഒഴുക്കിനൊത്തൊഴുകി നീ മറുതീരമണഞ്ഞപ്പോൾ കണ്ടതില്ല നീ നിഴലായി മാറിയോരാ ലക്ഷ്മീദേവിയാം ഞാനെന്ന ധനത്തെ. ഏതോ വഴിയോര സത്രത്തിൽ വെച്ചെന്നോ നാം കണ്ടുമുട്ടി. ആദ്യ കാഴ്ചയിൽ നിനക്കെന്നോട് തോന്നിയോരനുരാഗം സത്യമോ അതോ അത് വെറുമൊരു മിഥ്യയോ? ഓക്കെ, ഇത്രേ ഉള്ളു. പൊട്ടത്തരമാണ്, എന്നാലും ഒന്ന് കേൾക്കണേ.